أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم ഖുൽ ഹുവല്ലാഹു അഹദ് എന്നതിലാണ് നമ്മുടെ ചർച്ച. ഇന്നത്തോടെ ഇൻഷാ അല്ലാഹ് അല്ലാഹു സമദ് എന്നതിലേക്ക് കടക്കാനുള്ള വാതിൽ ഇന്നുകൂടി അതേക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾ തുടങ്ങാം. ഖുൽ ഹുവല്ലാഹു അഹദ് 3 ദിവസങ്ങളിൽ ഇത് ചർച്ച ചെയ്തു. ഒരു ചെറിയ കൂട്ടിച്ചേർക്കലും കൂടി. ഖുൽ ഹുവല്ലാഹു അഹദ് എന്നത് ഈ പ്രപഞ്ചത്തിന്റെ അസ്തിത്വമാണ്. ഉസ്സിസത്തി സമാവാതു സബ്ഉ വൽ അർളൂന അലാ ഖുൽ ഹുവല്ലാഹു അഹദ്. ഹദീസാണ്, സ്വഹീഹ ഹദീസാണ്. 7 ആകാശങ്ങളെയും 7 ഭൂമികളെയും ഉസ്സിസത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് അസ്ഥിവാരം കെട്ടിയിരിക്കുന്നതാണ്, അതിന്റെ ഫൗണ്ടേഷൻ ആക്കിയിരിക്കുന്നു ഖുൽ ഹുവല്ലാഹു അഹദ് എന്നതിന്. ഭയങ്കര ഒരു ചിന്തിക്കേണ്ട ഹദീസാണ്. 7 ഭൂമിയും 7 ആകാശത്തിന്റെയും നിലനിൽപ്പ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്നതിന്റെ മേലിലാണ് അള്ളാഹു പറഞ്ഞതായി മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ എന്താണ് ഇപ്പൊ ഈ വാക്കിന്റെ ഒരു വെയിറ്റ്? അതിന്റെ ഒരു മറുപുറം ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് ഇതിന്മേലാണ്. അപ്പൊ ഇത് വിശ്വസിക്കുന്ന പറയുന്ന ഒരാളുണ്ടെങ്കിൽ ഖിയാമത്ത് നാൾ സംഭവിക്കൂല എന്നാണ് ഇതിന്റെ അർത്ഥം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അറിഞ്ഞ് പറയുന്ന ഒരാളുണ്ടെങ്കിൽ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. അതാണ് ലാ തഖൂമു സ്സാഅ ഹത്താ ലാ യുഖാല ഫിൽ അർളി അല്ലാഹ് അല്ലാഹ് വഫി റിവായത്തിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അറിഞ്ഞ് പറയുന്ന ഒരാളുണ്ടെങ്കിൽ അന്ത്യം സംഭവിക്കൂല എന്ന് പറയാൻ കാരണം ഈ കലിമത്തിന്റെ വെയിറ്റ് ആണ്, അതിന്റെ വെയിറ്റ് ആണ്. കാരണം അത് ഫൗണ്ടേഷനാണ്. അത് പൊട്ടിയാൽ ലോകം പൊട്ടും. ഇതുണ്ടെങ്കിൽ ലോകം പൊട്ടൂല. അപ്പൊ നമുക്കിപ്പോ ഒരു ആശ്വാസം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഖിയാമത്ത് നാളിൽ ഇനി ഒരുപാട് കാലുണ്ട്. കാരണം ഇപ്പൊ ലോകത്ത് 800 കോടി മനുഷ്യന്മാരെ കൂട്ടത്തിൽ 176 കോടി മുസ്ലിമീങ്ങളാണ്. അവരിൽ എങ്ങനായാലും ഒരു 100-120 കോടി ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞു പറയണവർ തന്നെയാണല്ലോ. ഞൊലക്കാണ്ട് മരിച്ചിട്ടല്ലേ ഇപ്പൊ ഖിയാമത്ത് നാൾ സംഭവിക്കുള്ളൂ. അപ്പൊ അടുത്ത കാലത്തൊന്നും ഉണ്ടാവില്ല എന്ന് കരുതണ്ട. അതിനൊരു ഹദീസ് വേറെ പറഞ്ഞുതരാം. ഖിയാമത്ത് നാള് ഭൂമിയുടെ ആ സർവനാശ വിളംബര കുലുക്കുണ്ടല്ലോ, ആ കുലുക്കത്തിന്റെ സമയത്തും കുറെ ആളുകൾ, ഇതിന്റെ ആളുകൾ ഉണ്ടാവും. അപ്പൊ അല്ലാഹു തആല ലാസ്റ്റ് കുലുക്കം, എല്ലാ ലോകവും നശിക്കാനുള്ള ലാസ്റ്റ് കുലുക്കം ഏതാണ്? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ. അത് നടത്താൻ അള്ളാഹു എന്താ ചെയ്യാന്നറിയോ? ഒരു പ്രത്യേക കാറ്റ് പുറപ്പെടുവിക്കും. ഒരു പ്രത്യേക കാറ്റ്. ആ കാറ്റ് ഇങ്ങോട്ട് വന്നാൽ ആ കാറ്റ് തട്ടിയ മുഴുവൻ ആളുകളും മരിക്കും. ആ മരിക്കണവരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആളുകളായിരിക്കും. അവര് ഗുഹന്റെ ഉള്ളിൽ പോയ ഒളിച്ചാലും ഈ വായു അങ്ങോട്ട് കയറുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരൊറ്റ ആളുകളില്ല. ഇനിയാണ് ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ ഉണ്ടാകുക. ഇതുള്ളിടത്തോളം ഭൂമി കുലുങ്ങൂല, മൊത്തത്തിൽ കുലുങ്ങൂല. ലോകത്ത് ജലപ്രളയമടക്കം ഈ പ്രകൃതി ദുരന്തത്തിന് സ്റ്റാർട്ടിങ് തുടങ്ങിയ എവിടുന്നാണ് സ്റ്റാർട്ടിങ്? നൂഹ് നബിന്റെ കാലത്താണ്. അതിന് മുമ്പ് ദുരന്തമില്ലല്ലോ. പ്രകൃതി ദുരന്തം എന്നുള്ളത് നൂഹ് നബിന്റെ മുമ്പില്ല. ലോകത്തെ ഒന്നാമത്തെ ദുരന്തം വെള്ളപ്പൊക്കാണ്. അത് നൂഹ് നബിന്റെ കാലത്ത് ഉണ്ടായതാണ്. എന്തിനാന്ന് ഉണ്ടാകാൻ കാരണം? അന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പൊളിച്ചെഴുതിയത്. അതിന് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരെ ഒന്നും നൂഹ് നബിന്റെ കാലം വരെ ഇല്ല. എല്ലാരും ഏകനായ അള്ളാനെ മാത്രമേ ആരാധിക്കുള്ളൂ. കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആരാധന മാറ്റിയിരുന്നില്ല. ഇബാദത്ത് മാറ്റിയിട്ട് മഅബൂദ് വേറെ ഉണ്ടെന്ന് വിശ്വസിക്കാൻ തുടങ്ങിയതിൽ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലത്താണ്. ആ അള്ളാഹു ജലപ്രളയാണ്ട് ഇറക്കിയില്ലേ? ഇപ്പൊ എന്താ അതിന്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാഹ് കറക്റ്റ് ആണെങ്കിൽ ദുരന്തങ്ങളും ഉണ്ടാവില്ല, ജീവിക്കാനുള്ള സ്വസ്ഥത ഉണ്ടാവും, പരീക്ഷണങ്ങൾ ഉണ്ടാവും, ജീവിക്കാനുള്ള സുരക്ഷിതത്വം ഭൂമിയിൽ ഉണ്ടാവും, പരീക്ഷണങ്ങൾ ഉണ്ടാവും. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹിസ്നി, അത് എന്റെ കോട്ടയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്റെ കോട്ടയാണ്. ആ കോട്ടയിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ അവൻ സുരക്ഷിതനാണ് എന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നു.
കോട്ടയാണ്, ഇതിക്ക് കയറിയ സുരക്ഷിതനാണ്. പരീക്ഷണം ഉണ്ടാവും, യഥാർത്ഥ അദാബ് അവൻ ഉണ്ടാവില്ല. അതാണ് ഖുൽ ഹുവല്ലാഹു അഹദ്. ലോകത്തെ എല്ലാവർക്കും ബാധകമായ ഒരു പ്രഖ്യാപനാണത്. ഖുർആനിൽ 114 സൂറത്തുകൾ ഉണ്ടല്ലോ. ഇതിൽ ഭൂരിഭാഗം സൂറത്തും 1500 കൊല്ലത്തിന് മാത്രമുള്ളതാണ്. ഇനി ഖിയാമത്ത് വരെയുള്ള ആളുകൾക്കുള്ളതാണ്. നേരെ മുമ്പുള്ള സൂറത്ത് നോക്കൂ, സൂറത്ത് തബ്ബത്ത്. അത് ഒരു വ്യക്തിക്ക് വേണ്ടി ഇറങ്ങിയല്ലേ. അതിന് മുമ്പുള്ള നോക്കൂ, ഒക്കെ അങ്ങനെ ഇതാ ജാ നസ്റുല്ലാഹ്, മക്കം ഫത്ത് അതിന് മുമ്പുള്ള വാദകല്ലല്ലോ. അപ്പൊ ഇത് ഓരോ സൂറത്തുകളും 1500 കൊല്ലത്തിന് ഇങ്ങോട്ടുള്ളതാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് ആദം നബിന്റെ കാലം മുതൽ എല്ലാവർക്കും ഉള്ളതാണ്. അതാണ് ഖൈറു മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. 1,24,000 ആളുകളാണ് ഇത് പഠിപ്പിക്കാൻ അള്ളാഹു പറഞ്ഞു വിട്ടത്. വിഷയം ചെറുതല്ല. ഒരേ വിഷയത്തിന് 1,00,000 മേലെ അള്ളാഹു താല വിടുക എന്ന് പറഞ്ഞാൽ അതിന് തന്നെ വിഷയത്തിന് ഗൗരവം മനസ്സിലായി. എന്നിട്ട് ഇനി ഇത് എനിക്ക് അറിയില്ല എന്ന് ഖബറ് പോയി പറയാൻ നിൽക്കരുത്. ഖബറ് പോയ ചോദ്യം ഇതാണ്. ഖബറ് പോയാൽ ആദ്യം ഉംറ ചെയ്തോ ഹജ്ജ് ചെയ്തോ ഒന്നും ചോദിക്കൂല, അക്കം ചെയ്യണം. ഖബറ് പോയാൽ ആദ്യത്തെ ചോദ്യം എത്തിങ്ങാനിക്ക് അരി കൊടുത്തോന്നല്ല, അത് കൊടുക്കണം. ഖബറ് പോയാൽ ആദ്യത്തെ ചോദ്യം എന്താ? മൻ റബ്ബുക, പടച്ചോനെ തിരിഞ്ഞോന്നാണ് ചോദിക്കുന്നത്. ഖുൽ ഹുവല്ലാഹു അത് പഠിച്ച ആളുകൾ അല്ലാഹു റബ്ബി എന്ന് പറയും. ഒരു പതറലുണ്ടാവില്ല, വർത്താനത്തിൽ പകർച്ച ഉണ്ടാവില്ല, തൊണ്ട ഇടറില്ല. അല്ലാഹു റബ്ബി അൽഹംദുലില്ലാഹ്. ഖബർ ആഘോഷായില്ലേ, അവിടുന്ന് മുതൽ സന്തോഷായില്ലേ. പക്ഷെ ഇത് പഠിക്കാതെ പോയാലോ പറയാൻ കഴിയില്ല. അപകടത്തിന്റെ തുടക്കായി ആ അപകടോട്ട് പിന്നെ നീങ്ങിപ്പോവില്ല. അതുകൊണ്ട് വിഷയം വളരെ ഗൗരവമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്. അഹദിയത്ത്, അഹ്മദിയത്ത്, ആഖിറത്ത്, ഇത് മൂന്നും അല്ലാതെ ഖുർആനിൽ വേറെ ഒന്നുമില്ല. അഹദിയത്ത്, അഹ്മദിയത്ത്, ആഖിറത്ത്, ഇത് മൂന്നുമാണ്. ഇനി ഇത് മൂന്നിനും 300 ചില്ലാൻ കഥകൾ ഉണ്ടാവും, 1000 ചില്ലാൻ ഉദാഹരണങ്ങൾ ഉണ്ടാവും. ഇത് മൂന്നിനും വേണ്ടിയുള്ളതാണ്. ഈ മൂന്നിൽ അടിത്തറ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നിട്ടാ നമ്മളെ അള്ളാഹിനെ എടുത്തു വെച്ച് എനിക്കത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാലോ ഒന്ന് അള്ളാഹു വെറുതെ വിടൂലേ. എന്തും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ സഹിക്കാം, പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് തിരിഞ്ഞില്ല എന്ന് പറയാൻ പറ്റൂല. പഠിച്ചിട്ടേ പോകാവൂ, പറഞ്ഞിട്ടല്ല. പറഞ്ഞിങ്ങനെ പറയുകയാണെങ്കിൽ ലാസ്റ്റ് സമയത്ത് പൊട്ടിപ്പോകും. അറിഞ്ഞു പറയണം. ഞാനൊരു ഹദീസ് ഉദ്ധരിക്കാം, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതാണ്. മൻ മാത, കേട്ടോ, മൻ മാത, ആരെങ്കിലും മരിച്ചാൽ, ബഹുവ, ഏത് സ്ഥിതിയിൽ, അവൻ യഅലമു, അവൻ അറിയും, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓൻ അറിയും, പറയല്ല അറിയും. അങ്ങനെ മരിച്ചാൽ ദഖലൽ ജന്ന, ഓൻ സ്വർഗ്ഗസ്ഥനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് തിരിഞ്ഞു മരിച്ചാൽ സ്വർഗത്തിലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് തിരിയാതെ പറഞ്ഞാലോ ഒന്നും പറയാൻ പറ്റൂല. കാരണം ആ ലാസ്റ്റ് സമയത്ത് ഇങ്ങോട്ട് കിട്ടൂല അല്പം. അതാണ് ഇത്. അറിവിൽ നിന്ന് വരുന്നതാണ് ഈ വാക്കുകൾ, അറിവിൽ നിന്ന് വരുന്നതാണ്, പറയലിൽ നിന്ന് വരുമല്ല. പറഞ്ഞതിൽ നിന്ന് വന്നതൊക്കെ വേദന ഉണ്ടാകുമ്പോ പോവും, ഇറച്ചിക്ക് വേദന ആകുമ്പോ ഒക്കെ പോവും. അറിവിൽ നിന്ന് വരുന്നത് ഇറച്ചിക്ക് വേദന ആകുമ്പോ പോവില്ല. ഈ നമ്മള് സ്കൂൾ കുട്ടികൾ എല്ലാം പഠിച്ച് സ്കൂളിൽ എഴുതാന്, പരീക്ഷയ്ക്ക് എഴുതാനുള്ളൊക്കെ ശരിക്കും പഠിച്ച് മനസ്സിലായിട്ടില്ല. കാരണം സ്കൂളിൽ ഇപ്പൊ എഴുതണത് മനസ്സിലാണല്ലോ. അപ്പൊ അണ്ട് എഴുതി വെച്ചാ പോലെ മനസ്സിലായാണ്. A+B r² = A² + B² + 2ab. ഞാൻ എൻ്റെ SLC-യിൽ അധ്വാനിച്ച് പഠിച്ചാണ്. ഇന്ന് വരെ ഇത് എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് മാർക്കും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം എന്താന്ന് അറിയാം ഇല്ല? അറിയണം, നിങ്ങൾക്ക് അറിയാം. എനിക്ക് അറിയണവര് പറഞ്ഞോളി. എനിക്ക് തിരിഞ്ഞിട്ടില്ല. എനിക്ക് അതിന് 10 മാർക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പഠിച്ചു വെച്ചിട്ട് ഇപ്പൊ എൻ്റെ SLC കഴിഞ്ഞിട്ട് 10-30 കൊല്ലം കഴിഞ്ഞല്ലോ. 30 കൊല്ലത്തിന്റെ 3 പതിറ്റാണ്ടായി ഇത് ഞാൻ പഠിച്ചിട്ട് 10 മാർക്കും വാങ്ങിക്കുന്നു. ഈ സമയം വരെ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മാർക്ക് കിട്ടി, അതങ്ങനെ മതിന്ന്, അതത് മതി. പക്ഷെ ഇതല്ല, ഇത് അറിഞ്ഞു പറയണം. അല്ലെങ്കിലോ വേദന ആകുമ്പോ പോവും. ഇറച്ചിമക്ക് വേദനയായ ചുണ്ടുമത്തെ പോവും, ഉള്ളിലുള്ളതാ പുറത്ത് ഇടുക. ഇറച്ചിമക്ക് വേദനയാലേ ചുണ്ടുമത്തെ പോവും, ഉള്ളിലുള്ള പുറത്ത് ഇടും. എന്നാലേ ഒരു ഗുരുക്കള് വരാണ്ട് എല്ലാവരുടെ അടുത്തേക്കും കാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ. ഇറച്ചിമക്ക് തന്നെ വേദനയായ ഒരു സംശയം വേണ്ട, മരണസമയത്തുള്ള വേദന അതികഠിനമാണ്. മൂസാ നബിനോടാണ് അല്ലാഹു ചോദിച്ചത് വഫാത്തിന് ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു വേദന എന്ന്. കലീമിനോട് ചോദിക്കാണ് വേദന എങ്ങനെ ഉണ്ടായിരുന്നു. മൂസാ നബി പറഞ്ഞതരോ, ഒരു ചെറിയ കാടപ്പക്ഷിയെ ജീവനോടെ തൊലി പൊളിക്കുക, എന്നിട്ട് അതിങ്ങനെ ചോര ഇറ്റിയിട്ട് പെടുക, ചത്തിട്ടില്ല. ആ സമയത്ത്
ഒരു ചട്ടിയില് എണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണ കൊണ്ട് ചൂടാക്കിയിട്ട് ആ എണ്ണ എരിപൊരി കൊള്ളുന്ന സമയത്ത് ഈ തൊലി പൊളിക്കപ്പെട്ട ചെറിയ കാടപ്പക്ഷിന്റെ കുഞ്ഞിനെ ആ എണ്ണീക്കാണ്ട് ഇടുമ്പോ ആ പക്ഷിക്കുഞ്ഞിനുണ്ടാകുന്ന ഒരു വേദനയില്ലേ, മൂസാ നബി അറിയാണ്. അങ്ങനെ ഒരു വേദന എനിക്ക് മൗത്തിന്റെ സമയത്ത് ഉണ്ടായി പഠിച്ചോനേന്ന് മൂസാ നബിക്ക്. പിന്നെ മൂസാക്കാന്റെ കാര്യം പറയണോ? ഇതിൽ മൂസാക്കണ്ട, ഇതിൽ മൂസാക്കല്ലല്ലോ പഠിച്ചം വരാനെ. ഇതിൽ മൂസാക്കണ്ട, ഇതിൽ മൂസാക്കണ്ട. എന്തെങ്കിലും സഹായിക്കാത്ത ഞാൻ ഇറാനായിട്ടാ ചോദിക്കണത്. ഉണ്ടെങ്കിൽ പേര് മാറ്റാനാണ്. എന്താ എവിടെ നിങ്ങൾ പറയേ? അല്ല ആയിക്കോട്ടെ എന്നാ മതി. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞതല്ല കേട്ടോ. ഞാൻ പേരിനോട് ഒപ്പിച്ചിട്ട് പ്രാസൊപ്പിച്ചിട്ട് വേറൊരു പേര് പറഞ്ഞു മാത്രം. അപ്പൊ സംഗതി തമാശല്ല കാര്യമാണ്. മരണ സമയത്ത് അതികഠിന കഠോരമായ വേദനയാണ്. അപ്പൊ ഉള്ളില് അതാണ് വഹുവ യഅലമു എന്ന് പറയാൻ കാരണം ഈ ഹദീസ് പറയാനാണ്. മമ്മാത വഹുവ യഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം അറിവിൽ നിന്നേ ആ സമയത്ത് ഈ വാക്ക് വരൂ, ചുണ്ടുമെന്ന് വരൂല, ചുണ്ടുമത്തൊക്കെ പോകും, പിന്നെ ഉള്ളിലുള്ളത് അങ്ങോട്ട് പുറത്തു വിടും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ ഹദീസ് ഒന്നുകൂടെ നോട്ട് ചെയ്തോളി. മന്മാത, ആരെങ്കിലും മരിച്ചു പോയാൽ വഹുവ അവൻ യഅലമു അവൻ അറിയുന്നവനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയുന്നവനാണെങ്കിൽ ദഖലൽ ജന്ന അവന് സ്വർഗത്തിലാണ്. നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു ഇത് അറിഞ്ഞ് പറയാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഞാൻ പറയാം ഖുൽ ഹുവല്ലാഹ്. കാരണം എന്താ പറയാ, നമ്മള് കുളിയുടെ ഷർത്തും ഫർളും പഠിക്കും, ഉളൂഹിന്റെ പഠിക്കും, നിസ്കാരത്തിന് പഠിക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹും ഷർത്തും ഫർളും ഉണ്ട്, അത് പഠിക്കൂല. അതാണ് അതിനുണ്ട് ഷർത്തും ഫർളും, അത് പഠിക്കൂല. കുളിന്റെ പഠിക്കും, ഉളൂഹിന്റെ പഠിക്കും, നിസ്കാരത്തിന് പഠിക്കും. പക്ഷെ ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തെ നിസ്കാരമല്ല, അത് രണ്ടാമത്താണ്. ഒന്നാമത്തേന് ഷർത്തും ഫർളും ഉണ്ടല്ലോ, അത് പഠിച്ചേക്കണ്ടേ? അപ്പൊ അതറിയണം. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് അറിവ് എന്നുള്ളതന്നെയാണ്, അറിയാന്നുള്ളതന്നെ, അറിഞ്ഞു പറയാന്നുള്ളതന്നെയാണ്. അതുകൊണ്ടാ ചില സഹാബാക്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ സലാത്തല്ലും. ചില സഹാബാക്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ ചൊല്ലും, അതിനേക്കാളും കൂടുതൽ സലാത്തല്ലും. കാരണം എന്താ? ഓല ന്യായത സലാത്ത് അധികരിപ്പിച്ച അത് ലാസ്റ്റ് കിട്ടുന്ന. സലാത്ത് അധികരിപ്പിച്ച റസൂലുള്ളാഹിന്റെ ആളുകള് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാതെ മരിക്കൂല. വേഗം മുഹമ്മദ് നബിനോടാണ്ട് ഫ്രണ്ട്ഷിപ്പ് കൂടുക, വേറെ പരിപാടിയൊന്നുമില്ല. മുഹമ്മദ് റസൂലുള്ളാഹിൽ കൽബ് വെച്ചാൽ ഇതാണ് അധ്യാപകൻ. അധ്യാപകന്റെ സ്വന്തം ആളാണെങ്കിൽ പരീക്ഷയ്ക്ക് ജയിക്കുന്നേ. ആർക്കാ അറിയാത്ത? അധ്യാപകന്റെ മാഷ അല്ലെങ്കിൽ ഉസ്താദിന്റെ സ്വന്തം ആളായി ഇനി മാർക്ക് കുറയില്ല, എങ്ങനെങ്കിലും കിട്ടും. അപ്പൊ സ്വലാത്ത് അധികരിപ്പിക്കുക. വെള്ളിയാഴ്ച ഈ പ്രഭാതമായതുകൊണ്ട് പറഞ്ഞാണ്, അതിന്റെ ഉത്സവമാണ് വെള്ളിയാഴ്ച. സ്വലാത്തിന്റെ ഉത്സവ വേളയാണ് വെള്ളിയാഴ്ച. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻഷാ അല്ലാഹ് നമുക്ക് വേണ്ടി ആഖിറത്തിൽ ശഫാഅത്ത് ചെയ്യണമെങ്കിൽ ഒറ്റ മാർഗ്ഗമുള്ളൂ, സ്വലാത്ത് അധികരിപ്പിക്കുക എന്നുള്ളതാണ്. ഇന്ന ഔലന്നാസി ബിശഫാഅത്തി യൗമൽ ഖിയാമ അക്സറുഹും അലയ്യ സ്വലാ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇവിടെ റിയാസ് ഉണ്ട്, മദീനത്ത് നിന്ന് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇരിക്കുകയാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് ഉംറ കബൂലാക്കി കൊടുക്കട്ടെ. ഇന്ന ഔലന്നാസി ബിശഫാഅത്തി, എന്റെ ശഫാഅത്തുമായി അന്ത്യദിനത്തിൽ ഏറ്റവും ബന്ധപ്പെട്ടത് എനിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവനാണ് എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറയുകയാണ്. അല്ലാഹു സ്വലാത്ത് അധികരിപ്പിച്ച് രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞ് പറയുന്ന വിഭാഗത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ മാരിഫത്തിന്റെ വാതിൽ അല്ലാഹു നമുക്ക് തുറന്നേറ്റെ. ഈ ഏഴാകാശവും ഏഴ് ഭൂമിയും നിലനിൽക്കാൻ ഫൗണ്ടേഷനാണ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ഹദീസിലുണ്ട്. എങ്കിൽ ആ ഫൗണ്ടേഷൻ ഉറപ്പിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മരണസമയം എന്നാൽ ശൈത്താന് വാപ്പാന്റെ രൂപത്തിൽ വരും, ഉമ്മാന്റെ രൂപത്തിൽ വരും, ഉസ്താദിന്റെ രൂപത്തിൽ വരും, വെല്ലിപ്പാന്റെ രൂപത്തിൽ വരും, മരിച്ചുപോയ സുഹൃത്തിന്റെ രൂപത്തിൽ വരും. എന്നിട്ട് കൂജിയിൽ വെള്ളമായിട്ട് ആ വെള്ളം ഇങ്ങനെ ഒച്ചപ്പെടുത്തിയിട്ട് കഠിനമായി ദാഹിക്കുന്ന സമയമാണ് മരണവെപ്രാളം.
ആ സമയത്ത് എനിക്ക് വെള്ളം വേണ്ടെന്ന് ചോദിക്കണ ഇബ്ലീസ് അല്ല, വല്യപ്പാന്റെ രൂപത്തിലാണ്. വല്യപ്പ വന്നിട്ട് പേരക്കുട്ടി മരിക്കാൻ സമയത്ത് ചോദിക്കണം, വെള്ളം വേണ്ട മോനെ. ആ വല്യപ്പാന്ന് പറയും, അതിന്ന് വെള്ളം കുടിക്കണമെങ്കിൽ യഹൂദി ആയിക്കോ നസ്രാണി ആയിക്കോ എന്ന് പറയും. പഠിച്ചോനെ, കുറച്ച് ഈമാനുള്ളവർ പറയും, നിങ്ങൾ ജീവിതത്തിൽ മുഴുവനും മുഅ്മിനായി ജീവിച്ചു മുഅ്മിനായി മരിക്കാനല്ലേ പറഞ്ഞത്? വല്യപ്പ നിങ്ങളെ ഉണർത്തിയിട്ടല്ലേ ഞാൻ സുബഹി നിസ്കരിച്ചത്? നിങ്ങളല്ലേ എൻ്റെ ഉസ്താദിനെ എടുത്ത് കൊണ്ടായത്? നിങ്ങളല്ലേ എനിക്ക് പഠിപ്പിച്ചു തന്നത്? നിങ്ങൾ അന്ന് ആള് പറയിപ്പിച്ചിരുന്നതും പറഞ്ഞിരുന്നൊക്കെ മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കാനല്ലേ? അപ്പൊ ഞാൻ മരിക്കാൻ സമയത്ത് നിങ്ങൾ എന്താ അത് മാറ്റി പറയണെന്ന് നോക്കുമ്പോഴേ വല്യപ്പാന്റെ ഉസ്താദിന്റെ രൂപത്തിൽ വന്ന ഇബ്ലീസ് ഉണ്ടല്ലോ പറയും, ഞാൻ ജീവിതകാലത്ത് മനസ്സിലാക്കിയ ഒരു അബദ്ധാണ്. ജീവിതകാലത്ത് ഞാൻ മനസ്സിലാക്കിയ അബദ്ധാണ്. മരിച്ചാൽ രക്ഷപ്പെടണമെങ്കിൽ ഒന്നുകിൽ യഹൂദിയാണ് നസ്രാണികളാണ്. ഖബറിലൊക്കെ മോനെ രക്ഷ നസ്രാണികൾക്കാണ്, യഹൂദികൾക്കാണ്. വല്യപ്പാന്റെ കുട്ടിഞ്ഞ് ബുദ്ധിമുട്ടാണ്ട എന്ന് കരുതിയിട്ട് ഞാൻ വന്നതാണെന്നാ ഇബ്ലീസ് പറയാം. സുബ്ഹാനല്ലാഹ്. അപ്പൊ പലരും എന്ത് ചെയ്യും? ആക്ഷനിൽ കാഫറായിട്ടുണ്ടാവും. അപ്പൊ ആക്ഷൻ ചെയ്താൽ മതി, വർത്തനം. അപ്പൊ പിന്നെയും ചോദിക്കും, അപ്പൊ യഹൂദിയ മതി, കാഫറായി. ഇതുകൊണ്ട് കാഫറാവും. അവര് തമ്മിൽ ഇടപാട് നടന്നിട്ടുണ്ടാവും, നമ്മള് റൂമിലുള്ളവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. നാട്ടുകാര് മയ്യത്ത് ഒളിപ്പിക്കും, നാട്ടുകാര് കഫൻ ചെയ്യും, നാട്ടുകാര് പള്ളിയിൽ കൊണ്ടുവരും, നാട്ടുകാര് നിസ്കരിക്കും, നാട്ടുകാര് ദിക്റെല്ലും. പക്ഷെ ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന ആളും അതും തമ്മിലൊരു ബന്ധം ഉണ്ടാവില്ല. എപ്പോഴോ പീസ് പോയിട്ടുണ്ടാവും. നേരെ മറിച്ച് ഇതങ്ങോട്ട് ഉറപ്പിച്ചറിഞ്ഞാലോ അപ്പൊ അള്ളാഹു തആല ഒരു പ്രത്യേക ആന്തരിക ഹെൽത്ത് തരും. ഇതൊക്കെ അറിഞ്ഞാലേ, ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞാലോ എങ്ങനെ സംഭവം ഉണ്ടാവുന്നു. അപ്പൊ ആ ബോധം കണ്ട് വരും. ബോധം കണ്ട് അടിച്ചു കയറും. അതില് ഞാൻ പറയില്ല, അങ്ങനെ പറഞ്ഞു മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുർത്തുബീമ വഫാത്തിന്റെ സമയത്ത് ശിഷ്യന്മാരെ വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കാണ്. ലാഖൂലു, പോടാവിടുന്ന്, ഞാൻ പറയില്ല. കുട്ടികള് കരയാൻ തുടങ്ങിയില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടപ്പോ പോടാവിടുന്ന്, ഞാൻ പറയില്ല. ആര്? തഫ്സീർ എഴുതിയ മഹാന്. പിന്നെ ഒരു വഫാത്തായപ്പോ ഒരു കുട്ടിക്ക് ഇനാവുണ്ട്, എടാ ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാ മരിച്ചേ. ഇപ്പൊ ഉസ്താദ് ഞങ്ങൾ പറഞ്ഞു തരുമ്പോ പോടാ അവിടുന്ന് ഞാൻ പറയില്ല എന്ന് പറഞ്ഞ ഞാൻ ഇബ്ലീസിനോട് പറഞ്ഞാണത്. ഇബ്ലീസിനോട് പറയാ യഹൂദി ആയിക്കോന്ന്, ഇബ്ലീസിനോട് പറയാൻ നസ്രാണി ആയിക്കോന്ന്. ഓനെ ആട്ടിയതാണ് ഞാന്. നിങ്ങളെ ദിക്റൊന്നും എനിക്ക് വേണ്ട, ഞാൻ ദിക്റിലാ മരിച്ചെന്ന് പറഞ്ഞപ്പോഴാ സന്തോഷമായത്. അങ്ങനെ ഇബ്ലീസിനോട് പറയുന്ന ആൾക്കാരുണ്ട്. നമ്മൾ അതിനെ വഴങ്ങിക്കൊടുക്കരുത്. വഴങ്ങിക്കൊടുത്താൽ ഇതൊക്കെ ബാത്തിലായി. അപ്പൊ ഇത് അറിയണം. അതാണ് ഈ ഹദീസ്. മൻ മാത വഹുവ യഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. മരിക്കുമ്പോ ഇതങ്ങോട്ട് വന്നാ കഴിച്ചിലായില്ലേ പഠിച്ചോനെ. ആ ലാസ്റ്റ് സമയം വെള്ളിയാഴ്ച ആയതുകൊണ്ട് 2 മിനിറ്റും കൂടി എടുക്കുകയാണ്. നാളേക്ക് നീട്ടണം. നമ്മള് നാളെ അല്ലാഹു സമദ് പറയണം. ഇതിപ്പോ 4 ദിവസമായല്ലോ. അഹമ്മദുന് ഹർബ് എന്നുള്ളൊരു മഹാൻ ഉണ്ടായിരുന്നു. അഹമ്മദുന് ഹർബ് ഓലെ അയൽവാസി നസ്രാണി അല്ല, സൂര്യനെ ആരാധിക്കുന്ന ആളാണ്. തൊട്ട അയൽവാസി. അയാൾ 60 കൊല്ലമായിട്ട് തീൻ ആരാധിക്കണ മജൂസിയാണ്. സൂര്യനല്ല, തീൻ ആരാധിക്കണ മജൂസിയാണ്. അപ്പൊ അയാളെ വീട്ടില് തലേന്ന് കള്ളം കയറി. അന്നത്തെ കുറുവാ സംഘം കയറിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തോണ്ട്. അയൽവാസിയാണ്, മജൂസിയാ നോക്കാൻ പറ്റില്ലല്ലോ. ഒരു പ്രശ്നമുള്ള സമയത്ത് കയറി പോയിട്ട് സമാധാനിപ്പിക്കണ്ടേ. അപ്പൊ അഹമ്മദ് അറബി എന്ന മഹാനായ പണ്ഡിതൻ അവിടെ കയറിയിട്ട് പറഞ്ഞു, സാരില്ല, നമുക്ക് സ്വത്ത് ഉണ്ടാക്കിണ്ടാവില്ല, നിങ്ങളെ തടിയിട്ടില്ലേ? ഇതൊക്കെ അല്ലെ ഇനിയിപ്പോ അവിടെ പോയി പറയാനുള്ളത്. സ്വത്ത് നമുക്ക് ഉണ്ടാക്കിണ്ടാകണല്ലേ, തടിയിട്ടില്ലേ? അപ്പൊ ഈ തീൻ ആരാധിക്കണം മജൂസ് പറയാണ്, എനിക്കത് വിഷയമല്ല, എന്റെ ദൈവം തീ, ആ ദൈവമാകുന്ന തീനോടുള്ള വിശ്വാസം ഓ മോഷ്ടിച്ചിട്ടില്ലല്ലോ, അത് കൽവിലുണ്ടല്ലോ. എന്റെ ദൈവമാകുന്ന തീനെ ഞാൻ ആരാധിക്കുന്നുണ്ട്, ആ ദൈവത്തോട് എനിക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം കൽബ് നോ മോഷ്ടിച്ചിട്ടില്ലല്ലോ, പൊന്നല്ലേ മോഷ്ടിച്ചിട്ടുള്ളൂ, അതെനിക്ക് പ്രശ്നമല്ല അറിഞ്ഞ്. അപ്പൊ അഹമ്മദ് അർബാണ് ഞെട്ടിപ്പോയി. കാരണം ഒരു കുഫറിന്റെ വിശ്വാസത്തിൽ ഇത്ര മൂട് ഉറച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈമാൻ എത്ര അവിടല്ലേ. ഇയാളിപ്പോ ഈ വിശ്വസിച്ച് പറയുന്നത് കുഫറാണ്, തീ ദൈവമല്ലല്ലോ. പക്ഷെ അയാൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കരുതിയിട്ട് ആള് സന്തോഷിക്കണം. എന്റെ അയാളെ ഈമാൻ, അന്നത്തെ ഈമാൻ, അയാളെ തീന്റെ ഈമാൻ പോയിട്ടില്ലല്ലോ, സ്വർണ്ണല്ലേ പോയിട്ടുള്ളൂ, എനിക്കത് പ്രശ്നമില്ല. അപ്പൊ അഹമ്മദ് അറബ് പറഞ്ഞു, നിങ്ങളെ ഈ അഭിനിവേശം ഉണ്ടല്ലേ, വിശ്വാസത്തിനോടുള്ള അഭിനിവേശം, അത് ശരിയാണ്, അതിന് ഞാൻ പ്രശംസിക്കുകയാണ്. പക്ഷെ നിങ്ങളെ വിശ്വാസം തെറ്റാണ്. നിങ്ങൾ ആ വിശ്വാസത്തിനുള്ള ആത്മാർത്ഥതയെ ഞാൻ പ്രശംസിക്കുന്നു, പക്ഷെ നിങ്ങൾ വിശ്വസിച്ചേ തെറ്റാണ്. എന്റെ തീ ദൈവമല്ല, ദൈവത്തോടുന്നു, തീ ദൈവമല്ല. നിങ്ങളിപ്പോ ഈ തീയില് വിറകിടും, വിറക് തീ കരിക്കും. നിങ്ങള് സ്വത്തിട്ടാല് സ്വത്ത് തീ കരിക്കും.
നീ നിങ്ങളെ തന്നെ ഇട്ടാലും തീ കരിക്കും. ഇതിനെ ദൈവാക്കാൻ പറ്റും? അപ്പൊ ഇയാളെ മനസ്സിങ്ങനെ മാറിയിട്ട് 60 കൊല്ലായിട്ട് ഇതാ പണി, തീനെ തൊഴുതല പണി. ഖുൽഹു അല്ലാഹ് എന്ന് പറഞ്ഞു കൊടുത്തു. മഅബൂദ് അഹദാവണം, മഅബൂദ് സമദാവണം, മഅബൂദ് ലം യലിദാവണം, മഅബൂദ് വലം യൂലദാവണം, മഅബൂദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്. ഇതൊന്നും അല്ല തീ. അപ്പൊ ഇയാളിങ്ങനെ ചിന്തിച്ചു, ശരിയാണല്ലത്. എന്നിട്ട് അഹമ്മദ് അറബ് അള്ളാഹാണ്ട് തവക്കുലാക്കി ഇയാളെ കണ്ട് ഇസ്ലാമിക്ക് കൊണ്ടുവരാം. എന്നിട്ട് പറഞ്ഞു, നിങ്ങളിപ്പോ ഇതിനെ ആരാധിക്കാൻ തുടങ്ങിയിട്ട് 60 കൊല്ലായില്ലേ? ഞാൻ ഇതിനെ ആരാധിച്ചിട്ടേ ഇല്ല, ഞാൻ ആരാധിക്കൂല്ല. കാരണം ഇത് ദൈവമല്ല, ഇത് ദൈവത്തിന്റെ ഒരു സൃഷ്ടിയാണ്. എന്നാ നിങ്ങളെ കയ്യൊന്ന് ഇതിന്റെ ഉള്ളിൽ വെക്കുമെന്ന് വെച്ചു. ഇല്ല, എന്റെ കരിഞ്ഞു എന്ന്. ഞാൻ വെച്ചരാ കരിയില്ല. കാരണം ഞാൻ ഇതിന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. ഈ തീനെ നിയന്ത്രിക്കുന്ന ശക്തിയിൽ എന്റെ വിശ്വാസം. ആ ശക്തി എന്നെ രക്ഷപ്പെടും, ആ ശക്തി എന്നെ രക്ഷപ്പെടുത്തും. ആ വിശ്വാസത്തിൽ ഞാൻ കൈവച്ചരാ, നിങ്ങൾ കയ്യൊക്കെന്ന് വെച്ചു. അലിയാക്ക് പേടിയായി. ഇയാൾ പറഞ്ഞ് കയ്യൊക്കെ ഒന്നും വേണ്ട, ബുദ്ധിമുട്ടുണ്ടാക്കണ്ട, ഒരു 4 ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇസ്ലാം സ്വീകരിക്കാറുണ്ട്. എന്തൊക്കെ മരിക്കാൻ കിടക്കാണ് ഇയാള്, രോഗിയാണ്, പ്രായമുള്ള ആളാണ്, കള്ളം കൊണ്ടതുകൊണ്ട് വിഷാദ രോഗം കയറിയിട്ട് അതിനേക്കാളും ശരീരം ക്ഷീണിച്ചു. അപ്പൊ പറഞ്ഞു, ഒന്നാമത്തത് എന്തിനാണ് അങ്ങനെ ഈ തീയിന്റെ ഹാലിക്കുണ്ടല്ലോ, അത് എന്തിനാ ഇപ്പൊ മനുഷ്യന്മാരെ സൃഷ്ടിച്ചതെന്ന് വെച്ചു. അപ്പോ പറഞ്ഞു കൊടുത്തു, മനുഷ്യന്മാരെ സൃഷ്ടിച്ചത് അവൻ ആരാധിക്കാൻ വേണ്ടിയാണ്. ഭൂമിയിൽ മനുഷ്യൻ വരുന്നതിന് മുമ്പേ എന്തിനാണ് ഈ ഭക്ഷണം കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയെന്ന് വെച്ച്, അത് അവനെ അറിയാൻ വേണ്ടിയാണ്. അപ്പൊ അറിഞ്ഞ് ആരാധിക്കലായി. എന്തിനാണ് മരിപ്പിക്കണെന്ന് വെച്ച്, ആരാണ് അറിഞ്ഞെന്ന് പരിശോധിക്കാനാണെന്ന്. മരിച്ച എന്താ കിട്ടുമെന്ന് വെച്ച്, അള്ളാഹാനെ അറിഞ്ഞവർക്ക് സ്വർഗം കിട്ടും. 4 മറുപടിയാണ് ക്ലിയറായിട്ട് കിട്ടിയപ്പോഴേ ഈ മജൂസി കരഞ്ഞോണ്ടാണ് ചൊല്ലി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മജൂസി ഷഹാദത്തിൽ മെല്ലിയപ്പോഴേ അഹമ്മദ് അർബാണ്ട് ബോധം കെട്ടുപോണു. ചെല്ലിയത് മൂപ്പരാണ്, ബോധം കെട്ട് വീണത് ചെല്ലി കൊടുത്ത ആളാണ്. ബോധം തെളിഞ്ഞപ്പോ ഈ മജൂസ് വെച്ച്, ഞാൻ ചൊല്ലിയപ്പോ നിങ്ങളെന്തിനാ ബോധം കെട്ടുകയെന്ന് വെച്ച്. അതെ, എന്റെ കൽപ്പൊക്കൊരു പേടിയാണ്ട് വന്നു, എന്റെ ഉള്ളിന്ന് ആരോ കണ്ട് വിളിക്കണ പോലെ. അഹമ്മദേ, 60 കൊല്ലായിട്ട് തീനെ ആരാധിച്ചിരുന്ന കൊടും കാഫറാണ് മരിക്കാൻ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ ആളായത്. അപ്പൊ എനിക്കൊരു ഓർമ്മ കണ്ട് വന്നു, ലാസ്റ്റ് വെച്ചിട്ട് സ്വർഗത്തിലാണ് ആൾക്കാരുണ്ട്, ലാസ്റ്റ് വെച്ചിട്ട് നരകത്തിലാണ് ആളുകളുണ്ട്. ഞാൻ അള്ളാഹാനെ ആരാധിക്കാൻ തുടങ്ങിയിട്ട് 70 കൊല്ലായി, നിങ്ങൾ തീനെ ആരാധിക്കാൻ തുടങ്ങിയിട്ട് 60 കൊല്ലമായി. ഇന്റെ കാലം കഴിഞ്ഞു തുടങ്ങി. അപ്പൊ നിങ്ങളെ കാലത്തിന്റെ ലാസ്റ്റ് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ ആളാകുമ്പോ ഇന്റെ കാലത്തിന്റെ ലാസ്റ്റ് ഞാൻ അതിന്റെ എതിരാളി ആവോ എന്നുള്ളൊരു ബേജാറാണ്ട് കുടിക്കുമ്പോ ബോധം കിട്ടുകയാണ്. ബേജാറുള്ളവർ ഇതിന്റെ കൂടെ കൂടും, അറിയും, അറിയാൻ ശ്രമിക്കും, അറിഞ്ഞുകൊണ്ട് ആരാധിക്കും. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇന്ന് മാമട്ടിയാക്കാൻ വകയാണ് ചായയും കടിയില്ലേ? നിങ്ങളല്ല ഇന്നലെ പറഞ്ഞേ? ശരി. അപ്പൊ ഞാൻ പിൻവലിച്ചു. ഇന്നലെ പറഞ്ഞപ്പോ ഓർമ്മയും പറഞ്ഞാണ്. ഇൻഷാ അല്ലാഹ് വേറെ ദിവസം ഉണ്ടാവും. അപ്പോ ആ നീയത്തിന് അല്ലാഹു തആല കൂലി കൊടുക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റിയാസ് ഇവിടെ വല്ല റാഷിദ് ഉംറക്ക് പോയി വന്നതാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആലക്ക് കബൂലാക്കട്ടെ. വല്ല ക്ഷീണം കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലാഹു തആല ഒഴിവാക്കി കൊടുക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആ ഇൻഷാ അല്ലാഹ് യസാർ ഷബീദാർ. നിങ്ങളുണ്ടാകുമ്പോ ചോദ്യം എടുക്കണ്ട. ഇല്ലില്ല, വരണോ? വരാതിരിക്കുക, ചോദിക്കാൻ നിങ്ങളെ. ഖുർആനിൽ അങ്ങനെയുള്ള ഹദീസിലുണ്ട്. സമാവാത്തു സബ്ഉ വൽ അർളൂന ജമ്മാക്കിട്ട് പറഞ്ഞിട്ടുണ്ട്, ബഹുവചനാക്കിട്ട് പറഞ്ഞിട്ടുണ്ട്.
ഖുർആനില്. പിന്നെ ഭൂമി ഏകവചനാക്കിയിട്ട് ഖുർആനിൽ പറഞ്ഞോടത്ത് അലിഫിലാം ഇട്ടിട്ടാണ് പറഞ്ഞത്. അലിഫിലാമിന്റെ ഉള്ളിൽ അർള് കയറിയാൽ ബഹുവചനത്തിന്റെ അർത്ഥം കിട്ടുന്നതാണ്. ബഹുവചനത്തിന് ഗ്രാമറിൽ പ്രശ്നമില്ല. പിന്നെ എന്താ അങ്ങനെ ആക്കാൻ കാരണം എന്ന് പറഞ്ഞാല് 7 ആകാശം എന്ന് പറഞ്ഞാല് പെട്ടെന്നുള്ള ഗവേഷണം കൊണ്ട് തിരിഞ്ഞ ആളുകൾക്ക് വേഗം മനസ്സിലാവും. 7 ഭൂമി എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും ഭൂമിയെ ഒന്നായിട്ടാണ് കാണുക, ഒറ്റ അട്ടിയായിട്ട്. അതിന് മേലല്ലേ നമ്മളുള്ളത്. അപ്പൊ അതുകൊണ്ടും കൂടി എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അലിഫിലാമിന്റെ ഉള്ളിൽ അർള് കയറിയാലോ ബഹുവാക്യത്തിന്റെ അർത്ഥം കിട്ടും. ഹദീസിലാണെങ്കിലോ വല്ല അറലൂന എന്ന വാക്കുകൾ വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة أولا إلى حضرة حبيبك المصطفى محمد صلى الله عليه وسلم. اللهم وإلى حضرات أرواح الأنبياء والأولياء والعلماء والشهداء والزهاد والصديقين والصالحين وإلى حضرات أولاد رسول الله صلى الله عليه وسلم وإلى حضرات أصحاب رسول الله صلى الله عليه وسلم وإلى حضرات أزواجه الطاهرات أمهات المؤمنين وإلى حضرات من دفنوا حوالينا في هذه المحلة وفي هذه القرية يا رب العالمين. اللهم بارك لنا في كل أمورنا وفي مجلسنا هذا يا رب العالمين. അല്ലാഹുവേ കരുണക്കടലായ റഹ്മാനെ, ഞങ്ങളിവിടെ വന്നത് ഇരുന്നത് പറഞ്ഞത് കേട്ടത് എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. ഇതിന്റെ സവാബ് നീ ഹബീബായ നബിയുടെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയവരുടെ ഖബറുകളിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഇവിടെ ചർച്ച ചെയ്ത ഇൽമ് നീ സ്വീകരിക്കണേ അല്ലാ. നാഫിയായ ഇൽമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ മൻഫഅത്തുള്ള ഇൽമിന്റെ അഹ്ലുകാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. റബ്ബേ മരണം നന്നാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളിൽ പലരും രോഗികളാ, നീ ശിഫ നൽകണേ അല്ലാ. റബ്ബേ വെള്ളിയാഴ്ച പകലിലാ ഞങ്ങൾ ഒരുമിച്ച് കൂടിയത്, നീ കബൂലാക്കണേ അല്ലാ. اللهم انصر أمة سيدنا محمد صلى الله عليه وسلم وارحم أمة سيدنا محمد صلى الله عليه وسلم. اللهم تجاوز عن أمة سيدنا محمد صلى الله عليه وسلم. جعلنا بمحض فضلك من خيار أمته ومن محبيه يا رب العالمين. ഉംറ നിർവഹിച്ചു വന്ന പ്രിയ സുഹൃത്തിന് റബ്ബേ മഖബൂലും മബ്റൂറുമാക്കി കൊടുക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റൻ വസബ്ബിത് അഖ്ദാമനാ وانصرنا على القوم الكافرين. اللهم اجعل نصيحتنا نصيحة مؤثرة في قلوبنا وفي قلوب السامعين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون. سلام على المرسلين والحمد لله رب